ഉപയോഗിക്കാനായി നൽകിയ BMW കാറുമായി സുഹൃത്ത് കടന്നു കളഞ്ഞതായി പരാതി. കോട്ടയം കറുകച്ചാൽ സ്വദേശിയായിട്ടുള്ള ജിഷോ മാത്യു ആണ് ഇത്തരത്തിൽ ഒരു പരാതിയുമായി രംഗത്തെത്തിയത്. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള കൊട്ടാരക്കര ആണ്ടൂർ വാളകം സ്വദേശിയായ അനിൽ കുമാറിനാണ് 2 വർഷങ്ങൾക്ക് മുൻപ് BMW കാറ് ഉപയോഗിക്കാനായി നൽകുന്നത്. പിന്നീട് ഈ വാഹനത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നുള്ളതാണ് ജിഷോ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. KL 33F 777 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള BMW വാഹനമാണ് ജിഷോയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. ചേട്ടാ, ഇത് ഏത് മോഡൽ വണ്ടിയായിരുന്നു? 2014. നമ്മുടെ സുഹൃത്ത് വാളകത്തുള്ളൂ. പുള്ളിക്ക് മണ്ണിൻ്റെ ഒക്കെ ബിസിനസ്സായിരുന്നു. പുള്ളി എന്നോട് ചോദിച്ചു കുറച്ച് ദിവസം ഉപയോഗിക്കാൻ തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ ഓട്ടമൊന്നുമില്ല, ഞാൻ തരാം, കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി. കുറച്ച് കാലത്തിന് വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഓട്ടം കഴിഞ്ഞ് തിരിച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ വണ്ടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത്. അങ്ങനെ 3-4 മാസം കഴിഞ്ഞിട്ടും ഞാൻ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു കൊട്ടാരക്കര എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. സുഹൃത്തിനെ വിളിച്ച് ഞാൻ ഇങ്ങനെ ഒരു വണ്ടി എൻ്റെ ഒരാൾ കൊണ്ടുപോയിട്ടുണ്ട്, ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ അന്വേഷിച്ചിട്ട് പറഞ്ഞു വണ്ടി ഇവിടെ തന്നെയുണ്ട്, പക്ഷേ ആ വണ്ടി ഒരാൾക്ക് പണയം വെച്ചു. പുള്ളിയുടെ ഒരു 9 ലക്ഷം 10 ലക്ഷം രൂപ ആ വണ്ടി ഫിനാൻസ് എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് താങ്കളുടെ വണ്ടി എടുത്തുകൊണ്ട് പോയ സുഹൃത്ത് അത് മറ്റൊരാൾ കൊണ്ട് പണയം വെച്ചു. മറ്റൊരാൾക്ക് കൊണ്ട് പണയം വെച്ചു. അപ്പോൾ അവരുടെ നിന്ന് പൈസ എടുത്തു. അപ്പോൾ അവർ ഒരു ദിവസം എൻ്റെ ഒരു വക്കീലുമായിട്ട് ഇവിടെ വന്നു, ആ വണ്ടി ഞങ്ങൾ എടുക്കുകയാണ്, ഞങ്ങളുടെ ഇത്രയും പൈസ എടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ ഇതിൽ പൈസ കൊടുത്തത്? അപ്പോൾ RC ബുക്ക് തന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു RC ബുക്ക് ഒക്കെ തന്നെ നിങ്ങൾക്ക് തരുന്നത്? RC ബുക്ക് എൻ്റെ ഇല്ല, RC ബുക്ക് ഞാൻ കണ്ട് കൊടുത്തു വിട്ടിട്ടില്ല, പിന്നെ ഇങ്ങനെ RC ബുക്ക് എൻ്റെ ഇല്ലാണ്ട്. അപ്പോൾ അവൻ ഡ്യൂപ്ലിക്കേറ്റ് RC ബുക്ക് ഉണ്ടാക്കി കാണും. ഒറിജിനൽ RC ബുക്ക് താങ്കളുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്? എൻ്റെ തന്നെ, ഒറിജിനൽ RC ബുക്ക് എൻ്റെ തന്നെ. ഡ്യൂപ്ലിക്കേറ്റ് RC ബുക്കും വെച്ചാണ് തോന്നുന്നത് അവർ ഫിനാൻസ് അവരുടെ നിന്ന് പൈസ എടുത്തു. അങ്ങനെ അവസാനം ഇതൊന്നും പറയാതെ ഞാൻ കോട്ടയം SP-ക്ക് പരാതി കൊടുത്തിരുന്നു. അത് 2023 ഡിസംബറിലാണ്. 2023 ഡിസംബർ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സ്ട്രോക്ക് വന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം എനിക്കൊരു ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ 2021 ഞാൻ SP-ക്ക് പരാതി കൊടുത്തു. SP-ക്ക് പരാതി കൊടുത്തിട്ട് അവരെന്നെ വിളിച്ചു പോലുമില്ല, ഒരു നടപടിയും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്ത എന്തൊരു പരിപാടി കാണിക്കുന്നതാണ്. കാര്യം ഇവിടുത്തെ നിയമവ്യവസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ അവസാനം സഹി കേട്ടിട്ട് ഞാൻ കോടതിയിൽ കേസ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ വാറണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ഇയാൾക്കെതിരെ വാറണ്ട്? ഇയാൾക്കെതിരെ വാറണ്ട് ഇഷ്യൂ ചെയ്ത്, എന്നിട്ട് ഒരു നടപടിയും വന്നിട്ടില്ല. നിലവിൽ ഈ വണ്ടി എവിടെയാണെന്ന് സംബന്ധിച്ച് താങ്കൾക്ക് ഒരു വിവരമില്ല? ഒരു വിവരമില്ല. ഈ വണ്ടി എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഇപ്പോൾ വണ്ടി ഉണ്ടോ ഇല്ലയോ, അതോ ഈ തമിഴ്നാട്ടിന് പോയോ എന്ന് പോലും അറിയത്തില്ല. ഇടയ്ക്ക് ഇങ്ങനെ ആരാണ്ട് പറയുന്നത് കേട്ടു, തൂത്തുക്കുടിയിലും കണ്ട് ഈ വണ്ടി ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടുള്ള എനിക്കറിയില്ല. കാര്യം ഈ വണ്ടി എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇതിനെക്കുറിച്ചൊരു നടപടി പോലും ഇതുവരെ ഒന്നും പറയുന്നില്ല. പരിവാഹന് വണ്ടിയുടെ ഇതുമൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ പെറ്റിയെല്ലാം വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ RTO ഓഫീസിൽ ഒരു കംപ്ലയിൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്ത് എൻ്റെ വൈഫിനെ കൊണ്ടുപോയി. എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ വൈഫിൻ്റെ അനിയനോട് പോയി RTO ഓഫീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല, ഇപ്പം ഈ വണ്ടി വേറെ ആണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ RC ബുക്ക് ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ. മോട്ടോർ വാഹന വകുപ്പിൻ്റെ സൈറ്റിൽ പരിശോധിക്കുമ്പോൾ നിലവിൽ ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല, ഇപ്പം നിലവിൽ ഇൻഷുറൻസ് ഇല്ല. ഇൻഷുറൻസ് ഇല്ലാതെയാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും താങ്കൾക്കൊരു ഭീഷണിയാണ്? അതൊരു ഭീഷണിയാണ്. ആർക്കെല്ലാം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ RC ഓണർ ഞാനില്ലേ, അപ്പം ഞാൻ തന്നെ എൻ്റെ മറുപടി പറയുന്നുണ്ട്. എത്ര ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ വാഹനമായിരുന്നു? ഞാൻ 69 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച വാഹനം. സുഹൃത്തിന് ഉപയോഗിക്കാൻ കൊടുത്തതാണ് നമുക്ക് ഇതുപോലെ പണി കിട്ടിയിരിക്കുന്നത്. ഈ സുഹൃത്ത് എങ്ങനെയുണ്ട്? ഇയാളെക്കുറിച്ച് മറ്റു പരാതികളുള്ള ആളാണെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അവിടെ അടുത്തുള്ള ആൾക്കാരുടെ എല്ലാം ഇതുപോലെ ഫിനാൻസ് എടുത്തിട്ടുണ്ട്. അതൊന്നും അടയ്ക്കാതെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഇയാളെ പരിചയപ്പെടുന്നത് എങ്ങനെയായിരുന്നു? നമ്മുടെ സുഹൃത്ത് വഴിയാണ്. താങ്കളുടെ സുഹൃത്തിൻ്റെ സുഹൃത്താണ്? സുഹൃത്തിൻ്റെ സുഹൃത്ത്. പിന്നെ ഈ വണ്ടിയുടെ ഫിനാൻസായിട്ടുള്ള ഇതെല്ലാം ഉണ്ട്. വണ്ടിയുടെ ഈ അവസ്ഥയെല്ലാം കൂടെ കാര്യം എനിക്ക് പ്രഷർ കൂടിയാണ്. ഞാൻ ഈ സ്ട്രോക്ക് വന്നതും അല്ല ഈ അവസ്ഥ. അതുപോലെ ഹോസ്പിറ്റലിൽ ഒരു 10-20 ലക്ഷം രൂപ എനിക്ക് മുടക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ടെൻഷനിൽ സംഭവിച്ചാണ്? ഈ ഒരു ടെൻഷനിൽ സംഭവിച്ചതാണ്. പോലീസിൽ പരാതി കൊടുത്തു, കോടതിയിൽ കേസ് ഫയൽ ചെയ്തു, പക്ഷേ ഒരു നടപടിയില്ല. നമ്മുടെ നിയമവ്യവസ്ഥ ഇതല്ലേ, എന്ത് പരാതി കൊടുത്താലും പരാതി കൊടുക്കുന്നതിൻ്റെ അവസ്ഥ ഇത് തന്നെ. ഒരു നടപടി പോലീസുകാർ ചെയ്തില്ല. സാധാരണക്കാരുടെ നിയമവ്യവസ്ഥയിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അല്ല ഒന്നുമില്ലാത്തവരെ പോയാൽ പോട്ടെന്ന് പറഞ്ഞ് ഇറങ്ങി നിൽക്കണം. ഇവൻ്റെ വീട്ടിൽ പോയി
ധർണയിരിക്കണം. അല്ലാതെ നിയമപരമായിട്ടൊന്നും ഒരു ഇതും കിട്ടത്തില്ല. ഒരു പ്രവാസിയെ എനിക്ക് ഈ അവസ്ഥയാണ്. കാര്യം ഇവിടുത്തെ കാര്യമൊന്നും നമുക്കറിയത്തില്ല. വിദേശത്തായിരുന്നു, ഞാൻ വിദേശത്തായിരുന്നു. കാര്യം നമുക്കറിയത്തില്ലല്ലോ ഇതുപോലുള്ള പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത്. അവിടേക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അന്ന് തന്നെ അറസ്റ്റ് വാറന്റ് കിട്ടി അന്ന് തന്നെ പൊക്കിയെടുത്ത് നേരെ അകത്തിട്ട് കഴിഞ്ഞ് എന്താ തീരുമാനം അത് കഴിഞ്ഞിട്ടേ പുറത്ത് വിടുത്തുള്ളൂ. അത് സംസാരിക്കാൻ പോലും അനുവദിക്കത്തുള്ളൂ മറ്റുള്ളവരോട്. ഇവിടെ ആവുന്നില്ല. ഇവിടെ എന്ത് വേണമെങ്കിൽ കാണിച്ചാലോ ഒരു കുഴപ്പമില്ല, ജാമ്യത്തിൽ ഇറങ്ങി പോകാമല്ലോ. എനിക്ക് പറയാനുള്ള ഈ വണ്ടി KL 777 എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ 2 വർഷമാകുന്നു. ഈ വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ കോട്ടയം SP ഓഫീസിൽ അറിയിക്കുകയോ എന്നാണ് താല്പര്യപ്പെടുന്നു. ജിഷോയുടെ സഹോദരനാണ്. ഈ വണ്ടി കൊടുത്ത സമയത്തൊന്നും ഞാനിത് അറിഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. അന്ന് ഇത് നിയമപരമായിട്ട് കേസെല്ലാം കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ കേസ് കൊടുത്തത് ആദ്യം ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുത്തു. അവിടുന്ന് റിപ്ലൈ ഒന്നും വരാത്തതുകൊണ്ട് പിന്നെ വക്കീൽ മുഖാന്തരം ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്തു. പക്ഷേ അതിനും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. പിന്നെ 2 വർഷമാകുന്നു. ഇതിനോടിടയ്ക്ക് അദ്ദേഹത്തിന് വണ്ടിയില്ല. പിന്നെ അദ്ദേഹത്തിന് ഇതിൻ്റെ പ്രശ്നങ്ങൾ, വണ്ടി കിട്ടാത്തതിൻ്റെ ആ ടെൻഷൻ കാരണം BP കൂടി, സ്ട്രോക്കായി, ഒരു വശം പാരലൈസായി. ഹോസ്പിറ്റലിൽ 2 ഹോസ്പിറ്റലായിരുന്നു. ആദ്യം ചെത്തിപ്പുഴ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിൽ 1 മാസം, രാജഗിരി ഹോസ്പിറ്റലിൽ 1 മാസം. അങ്ങനെ 10-20 ലക്ഷം രൂപയോളം അത് ചിലവായി. ഈ വണ്ടി ഇപ്പോഴും എവിടെയെന്നറിയത്തില്ല. നിയമവ്യവസ്ഥയിൽ ഇതുവരെ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തിടത്തു നിന്നൊന്നും ഒരു മറുപടി ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ദയവായിട്ട് ഇത് KL 33F777 BMW X3 വണ്ടിയാണ്, വൈറ്റ് കളറ്. നല്ലവരായ നാട്ടുകാർ ഇത് എവിടെയെങ്കിലും കണ്ടു കിട്ടുകയാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. സുഹൃത്തായ കൊട്ടാരക്കര വാളകം സ്വദേശി അനിൽകുമാറിന് ഉപയോഗിക്കാനായി നൽകിയ BMW കാറുമായി അയാൾ കടന്നു കളയുകയായിരുന്നു എന്നാണ് ജിഷോയുടെ പരാതി. 2023 ഡിസംബർ മാസം 12-ാം തീയതി ജിഷോ ഇത് സംബന്ധിച്ച കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തതാണ്. പിന്നീട് കോടതിയെയും സമീപിച്ചു. ഈ വാഹനം വിൽക്കാനാണ് എന്ന് കാട്ടിക്കൊണ്ട് ഈ അനിൽകുമാർ മറ്റു പലരിൽ നിന്നും അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.